മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മളെ റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നുള്ള പഠനം തുടരെ പോവുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് പൗലോസ് റോമിലേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചതിനെക്കുറിച്ചും അതിൻ്റെ കാരണത്തെക്കുറിച്ചുമാണ് സംസാരിച്ചത്. അതിലെ 3 കാരണങ്ങളാണ് പോകാനായിട്ട് ആഗ്രഹിച്ചതെന്ന് പറയും. ഒന്ന്, അവർക്ക് എന്തെങ്കിലും ഒരു സ്പിരിച്വൽ ഗിഫ്റ്റ് ഏതെങ്കിലും ഇമ്പാർട്ട് ചെയ്യാനായിട്ട്, അവർക്ക് കൊടുക്കാനായിട്ട്, അവരുടെ സ്ഥിരീകരണത്തിനായിട്ട് ആത്മീയ വരം വല്ലതും കൊടുക്കേണ്ടതിന്. രണ്ടാമത്, ഒരുമിച്ച് ഇരുന്ന് ആശ്വസിക്കുവാനായിട്ട്, ഒരുമിച്ച് വിശ്വാസത്താൽ ആശ്വാസം ലഭിക്കേണ്ടതിന്. മൂന്നാമത്, അവരുടെ ഫലവും അവരിൽ ഉണ്ടാകണം ആഗ്രഹിച്ച്, ഇങ്ങനെ അതിനുവേണ്ടി പോകാനായിട്ട് ആഗ്രഹിച്ചു എന്നുള്ള ഭാഗം 13-ാം വാക്യം വരെയാണ് നമ്മൾ വായിച്ചത്. നമ്മൾ 14 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കാമെന്നാണ് വിചാരിക്കുന്നത്. യവന്മാർക്കും ബർബന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അങ്ങനെ റോമിലുള്ള നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ ഞാൻ ആവോളം ഒരുങ്ങിയിരിക്കുന്നു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാവുന്നല്ലോ. അതിനാൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസഹേതുവായും വിശ്വാസനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസം ജീവിക്കും എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ഈ ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് ഇത്. ഇവിടെ 17 വരെ തീരുന്നത് ഇതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ടുള്ള ഭാഗമാണ്. അത് നമുക്കിന്ന് തീർക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇവിടെ പറയുന്ന യവനന്മാർക്കും ബർബന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാണ്. ഐ ആം ഡെപ്റ്റർ ബോത്ത് ടു ഗ്രീക്സ് ടു ബാർബേരിയൻസ്, ബോത്ത് വൈസ് ആൻഡ് അൺവൈസ്. പൗലോസ് ഇവിടെ കടക്കാരനാകുക എന്നുള്ള ഒരു ചിന്ത ഇവിടെ വരുന്നത്. ഈ കടക്കാരനാകുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 2 രീതിയിലുള്ള കടമുണ്ട്. 2 രീതിയിലുള്ള കടം. ഞാൻ പോയി ഒരു ബാങ്കിൽ നിന്നോ വേറൊരാളുടെ നിന്നോ കടം വാങ്ങുന്നു, അതാണൊരു കടം എന്ന് വെച്ചാൽ അത് ഞാൻ അയാൾക്ക് വീട്ടിൽ തീർക്കണം. ബാങ്കിൽ നിന്ന് കടമെടുത്തെന്ന് പറഞ്ഞാൽ അത് തിരിച്ച് കൊടുക്കണം. ഇവിടെ ഉള്ള കടം അങ്ങനൊരു കടമല്ല. അത് ഞാൻ പറയാം. ഒരു ഒരാൾ, തോമസ്ന്നോ മാത്യുന്നോ എന്തെങ്കിലും പേര് വെച്ചോളൂ, അയാൾ എനിക്ക് 1,00,000 രൂപ തന്നിട്ട് പറയുകയാണ്, അയാൾ പറയുകയാണ് നിങ്ങൾ അത് ഒരു തോമസിന് അല്ലെങ്കിൽ ഒരു ആൻഡ്രൂവിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഈ തരികയാണ്. അതിൽ ഞാൻ ശരിക്കും എനിക്ക് ആരുടെയും കടമൊന്നുമില്ല, ആ സച്ചായിട്ട് ഞാൻ വായ്പയൊന്നും എടുത്തില്ല. എന്നാൽ ഞാൻ ആ 1,00,000 രൂപ ഈ ആൻഡ്രൂവിന് കൊടുത്ത് തീർക്കുന്നവരെ ഞാൻ ആ കടക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ നിന്ന് പൈസ വാങ്ങിച്ച് എനിക്ക് വേണ്ടിയല്ല, ആൻഡ്രൂവിന് കൊടുക്കാൻ വേണ്ടി എൻ്റെ ഈ തന്നിരിക്കുകയാണ്. അന്നേരം ഞാൻ അയാൾക്ക് കൊടുക്കുന്നത് വരെ ഞാൻ കടക്കാരനാണ് എന്ന് പറയുന്ന പോലെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച, ദൈവം കൊടുത്തിരിക്കുന്ന വെളിപ്പാടുകളും ദൈവം കൊടുത്ത സുവിശേഷവും ഇത് ഈ റോമക്കാർക്ക് കൊടുക്കുന്നതും അല്ലെങ്കിൽ ലോകത്തിൻ്റെ എല്ലാ അറ്റത്തിലും എത്തിക്കുന്നവരെ ഞാൻ കടക്കാരനാണ്. അതുകൊണ്ട് ഏത് കമ്മ്യൂണിറ്റി, അത് പറയുന്ന ഗ്രീക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും എല്ലാവർക്കും, യവനന്മാർക്കും എല്ലാവർക്കും ഞാൻ കടക്കാരനാണ് എന്ന് പറയുന്നു. ഇവിടെ ബർബരൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഉന്നതന്മാർ, സമൂഹത്തിൽ ബർബരന്മാർ എന്ന് പറയുന്ന ഗ്രീക്ക് ഭാഷ സംസാരിക്കാത്ത എല്ലാവരെയും ബർബരൻ എന്നുള്ളൊരു വേർഡിലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രീക്ക് ഭാഷ സംസാരിക്കാത്ത അവർ കടക്കാരൻ, അങ്ങനെയാണ് കടക്കാരൻ എന്ന് പറയുന്ന ഒരു മീനിങ് അവിടെ വരുന്നത്. അന്നേരം എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കും, കാരണം എല്ലാവരോടും സുവിശേഷം അറിയിക്കാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു. മോശയെ സംബന്ധിച്ചിടത്തോളം, മോശ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സീനായിൽ പർവ്വതത്തിൽ വെച്ച് 10 കൽപ്പനകൾ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴേ മോശ കടക്കാരനായി. ആർക്കാണ് കടക്കാരനായി? ലോകത്തിന് കടക്കാരനായി, ഇസ്രായേൽ മക്കൾക്ക് കടക്കാരനായി. അതുപോലെ ആദ്യ നൂറ്റാണ്ടിൽ എല്ലാവരും സുവിശേഷം അറിയിച്ചു. കാരണം എന്താണ്? എല്ലാവർക്കും എല്ലാം അറിയാം, ആണ് ഞങ്ങളെ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതറിയാം. എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ പറഞ്ഞാൽ സുവിശേഷ കടം. ആർക്കെല്ലാം സുവിശേഷം കിട്ടിയിട്ടില്ലേ അവരെല്ലാം അത് അറിയിക്കുക, അല്ലെങ്കിൽ അവരോട് കടക്കാരാകുക എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ പൗലോസ് പറയുന്നത് ഞാൻ കടക്കാരനാണ്, സുവിശേഷം അറിയിച്ചാൽ കടക്കാരനാണ്. ഇതിന്ന് നമുക്ക് ബാധകമല്ലേ? ശരിക്കും നിങ്ങളും ഞാനും കർത്താവിൻ്റെ സുവിശേഷത്താൽ വീണ്ടെടുക്കപ്പെട്ടു രക്ഷയുടെ മാർഗത്തിൽ ജീവിക്കുമ്പോഴേ നമ്മുടെ സുഹൃത്ത്, അല്ലെങ്കിൽ നമ്മുടെ നെയ്ബർ, അയലോക്കത്തുള്ള ആൾ, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലുള്ള ആൾ, നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ,
നിത്യനരകത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവരെ നിത്യനരകത്തിൻ്റെ അടിമയായിത്തീരുന്നു, അല്ലെങ്കിൽ പൈശാചികമായിട്ടുള്ള ബോണ്ടേജിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യം അവർക്ക് പറഞ്ഞു കൊടുത്തുകൂടെ? അല്ലെങ്കിൽ നമ്മൾ കടക്കാരനല്ലേ? നമ്മൾ ചിന്തിക്കുകയാണ്. നമ്മളും ഇത് ചെയ്തില്ലെങ്കിൽ നമ്മളെ കടക്കാരനാണ്. അങ്ങനെ റോമിലുള്ള നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ ഞാൻ ആവോളം ഒരുങ്ങിയിരിക്കുന്നു. പൗലോസിൻ്റെ ആ ഒരുക്കം കടക്കാരനായതുകൊണ്ട് ഒരുങ്ങിയിരിക്കുക. ഇനി അടുത്ത 2 വാക്യങ്ങൾ, പ്രധാനപ്പെട്ട 2 വാക്യം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യ യഹൂദനും പിന്നെ യവനും, അത് രക്ഷയ്ക്ക് ദൈവശക്തി ആവുന്നല്ലോ. സുവിശേഷത്തെക്കുറിച്ച് ഒരു ലജ്ജയും പൗലോസിനില്ല. കാരണം പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസ് ഫിലിപ്പിയിലെ ജയിലിൽ അടയ്ക്കപ്പെട്ടതാണ്. തെസ്സലോനിക്കയിൽ ആട്ടി ഓടിക്കപ്പെട്ടു. നമുക്കറിയാം, തെസ്സലോനിക്കയിൽ നിന്ന് നേരെ അവിടെ ഓടിച്ചു. പിന്നെ അവർ ബെരോവയിൽ ചെന്നതിന് ശേഷം അവിടുന്ന് ഓടിച്ച് കടത്തപ്പെട്ടു. പിന്നെ അവിടുന്ന് ചാടി അഥേനയിൽ പോയി. അഥേനയിൽ പരിഹസിക്കപ്പെട്ടു. അതിനുശേഷം കോരിന്തിലെ അവൻ്റെ സംഭാഷണം, അല്ലെങ്കിൽ അവൻ്റെ സന്ദേശം യഹൂദന്മാർക്കും യവന്മാർക്കും ഭോഷത്വമായിരുന്നു. അവർ ഭോഷത്വമായിട്ടതെടുത്തു. ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകൾ ഒന്നും അവിടെ ഇല്ലായിരുന്നു. ഭോഷത്വത്തിൻ്റെ വാക്കുകൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു ക്രിമിനൽ ഒരു ക്രൂശിൽ മരിച്ചു എന്ന് പറഞ്ഞിട്ട്, ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം അല്ലെ ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിമിനൽ ക്രൂശിൽ മരിച്ചു, അത് രക്ഷയ്ക്ക് കാരണമാണെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ വിശ്വസിക്കാനായിട്ട് പറ്റും? ഇപ്പം നമ്മുടെ സമൂഹത്തിലും അങ്ങനെയല്ലേ? ക്രൂശിൻ്റെ വചനം നമ്മൾ പറയുമ്പോൾ ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും, രക്ഷിക്കപ്പെടുന്നത് നമുക്ക് ദൈവശക്തിയുമാകുന്നു. 1 കൊരിന്ത്യർ 1:18 വാക്യമാണത്. കൊരിന്ത്യ സഭയിൽ പറയുന്നത് ക്രൂശിൻ്റെ വചനം. ഇന്നും ഇത് തന്നെ ഈ ഒരു ക്രിമിനൽ അനേകം ആളുകൾക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നത്, അവർക്ക് രക്ഷ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇറ്റ് എന്നിന്ന് ആളുകൾ ചോദിക്കും. പലരും ചോദിക്കാറുണ്ട്. ക്രൂശിൻ്റെ വചനം എന്ന് പറയുമ്പോൾ അത് ഈ ക്രൂശല്ല, നമ്മളീ പറയുന്ന ഈ നമ്മുടെ മാലയുടെ അറ്റത്തൊക്കെ ഇടുന്ന കുരിശോ പള്ളിയുടെ മേളിൽ നിൽക്കുന്ന കുരിശോ ഒന്നും അല്ല ഈ ക്രൂശിൻ്റെ വചനം എന്ന് പറയുന്നത്. ആ കുരിശൊന്നും ആരെയും രക്ഷിക്കത്തില്ല. ക്രൂശ് എന്ന് പറയുന്നത് അത് ആരെയും രക്ഷിക്കത്തില്ല. ഈ ക്രൂശ് എന്ന് പറയുന്നത് അതിൻ്റെ വചനം, അവിടെയാണ് ദൈവത്തിൻ്റെ ശക്തി. രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടവരരുത് എന്ന് പൗലോസ് പറയുന്നുണ്ട്. കാരണം എന്താണ്? ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ജനം തിരസ്കരിച്ചിരുന്ന, അല്ലെങ്കിൽ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോഗ്രസ്സുമില്ല, ഒരു ലക്ഷ്യവും ഇല്ലാത്തടത്ത് ഒരു പുതിയ സന്ദേശം. ആ സമയത്ത് അതാണ് ക്രൂശിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ളതിനെ സ്വർഗത്തിലേക്ക് നിരപ്പിക്കുന്നതായിട്ടുള്ള വലിയ സന്ദേശം. ഇതാണ് ത്യാഗത്തിൻ്റെയും ബലിയുടെയും സന്ദേശം എന്ന് പറയുന്നത്. ജീവൻ കൂടി കൊടുക്കുന്ന സന്ദേശം. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ഇടർച്ചയായിരുന്നു. ജാതികളെ സംബന്ധിച്ചിടത്തോളം അത് ഭോഷത്വമായിരുന്നു. ജാതികളെന്ന് പറഞ്ഞാൽ ഗ്രീക്ക് അങ്ങനെയൊക്കെയുള്ള പഠിച്ചിട്ടുള്ള അല്ലാത്തവരെ സംബന്ധിച്ച് ഭോഷത്വമായിരുന്നു. ഈ ഭോഷത്വമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഇടർച്ചയായിട്ടുള്ള ഈ സുവിശേഷമാണ് റോമിലേക്ക് കൊണ്ടുചെല്ലാനായിട്ട് പൗലോസ് ആഗ്രഹിച്ചത്. അതിനുവേണ്ടിയാണ് ധൈര്യം കാണിച്ചത്. പൗലോസ് അവിടെ ചെന്നിട്ട്, അവിടെ ജയിലിലായിരുന്നിട്ട് പോലും ഈ സുവിശേഷം പറഞ്ഞു. അവരെ ഗ്രീറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട്, കൈസറുടെ അവിടെ അരമനയിലുള്ള ആളുകൾക്ക് വന്ദനം അയക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെയുള്ളവർ വരെയും കർത്താവിനെ അറിയാനായിട്ട് ഇടവന്നുവെന്ന് നമ്മൾ മനസ്സിലാകും. ഈ സുവിശേഷം അവരെയും രൂപാന്തരപ്പെടുത്തി. പൗലോസ് പറയാണ്, അതുകൊണ്ട് എനിക്ക് ഈ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. മാനവരാശിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് സുവിശേഷം. ഈ സുവിശേഷം മനുഷ്യനെ സ്വതന്ത്രനാക്കുകയാണ്. ഏതാണ്? ബോണ്ടേജ് ഓഫ് സിന്നിൽ നിന്ന് സ്വതന്ത്രനാക്കുകയാണ്. അതിനകത്ത് ഡിനാമിസ് പവർ എന്ന അതാണ് രക്ഷയുടെ ശക്തി എന്ന് പറയുന്നത്, ദൈവശക്തി. ഈ ഡൈനാമിറ്റ് എന്നുള്ള വേർഡ് വന്ന് ഈ ഡിനാമിസിൽ നിന്നാണ് വന്നത്. 1:15 പറയുന്ന രക്ഷയ്ക്കുള്ള ദൈവശക്തി, അത് മനുഷ്യനെ അവൻ്റെ കെട്ടുകളിൽ നിന്ന്, ബോണ്ടേജിൽ നിന്ന് അവന് റിലീസ് കൊടുക്കുന്ന ഒന്നാണ് സുവിശേഷത്തിൻ്റെ ശക്തി. ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ്, ഫോർ ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ് അൺടു സാൽവേഷൻ ടു എവരി വൺ ദാറ്റ് ബിലീവ്, ടു ജൂ ഫസ്റ്റ് ആൻഡ് ആൾസോ ടു ദ ഗ്രീക്ക്. ആദ്യ യഹൂദന്, പിന്നെ ജാതിക്ക്.
മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ ഇങ്ങനെയാണ്: ഈ 12 പേരെ യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചെന്നാൽ, ജാതിയുടെ അടുക്കൽ പോകാതെയും ശമരിയുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷമായിരുന്നു അത്. എല്ലാ ജനത്തിനെയും കർത്താവിലേക്ക് നടത്താനുള്ള സന്തോഷമായിരുന്നു. എന്നാൽ ദൈവം യേശുവിനെ അയച്ചത് ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കാണ്. യേശു 12 ശിഷ്യന്മാരെ അതുപോലെയാണ് അയച്ചത്. ജാതിയുടെ അടുക്കൽ പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് അയച്ചത്. അതിൽ പിന്നീട് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്ന് നമുക്കറിയാമല്ലോ. പത്രോസിൻ്റെ സമീപനവും ശിഷ്യന്മാരുടെ സമീപനവും ഒക്കെ ജാതിയുടെ അടുക്കിലേക്ക് പോകാതെ യഹൂദന്മാരുടെ ഇടയിലുള്ള സുവിശേഷമായിരുന്നല്ലോ ആദ്യം ചെയ്തത്. എന്നാൽ പൗലോസ് വന്നതിന് ശേഷമാണ് പൗലോസിന് ആ വെളിപ്പാടുണ്ടായി ജാതിയുടെ ഇടയിലെ സുവിശേഷത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് ഈ കാൽവറി ക്രൂശിലാണ്. കാൽവറി ക്രൂശിലേക്ക് നോക്കുക, നീ രക്ഷ പ്രാപിക്കുക. പഴയ നിയമത്തിലുണ്ടായിരുന്നു, അഗ്നി സർപ്പങ്ങൾ ഇസ്രായേൽ മക്കളെ കടിച്ചപ്പോഴേ ഉയർത്തപ്പെട്ട ഒരു താമ്ര സർപ്പത്തിലേക്ക് നോക്കിയവർ രക്ഷ പ്രാപിച്ചതുപോലെ യേശുക്രിസ്തു കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ ആ യേശുവിനെ നോക്കുന്നവർ രക്ഷ പ്രാപിക്കുമെന്നുള്ള അതിൻ്റെ ഒരു നിഴലായിട്ട് ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ അത് കണ്ടതാണ്. യേശുക്രിസ്തു കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോഴേ അതിന് പാപയാഗമായിട്ട് അവനെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയാണ് അവിടെ ചെയ്തത്. അതിലുള്ള മാനവരാശിയുടെ ഏക ആശ്രയം എന്ന ആ ക്രൂശാണ്. എന്തിനു വേണ്ടിയാണ്? നമ്മളെ കുഴിയിൽ നിന്ന് ഉദ്ദേശിച്ചാൽ അധമമായ പാതാളത്തിലേക്ക് പോകേണ്ട നമ്മളെ, പിശാചിന് ഉണ്ടാക്കിയിരിക്കുന്ന നരകത്തിലേക്ക് പോകേണ്ട നമ്മളെ അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് കയറ്റുവാനായിട്ടുള്ള ഒരു വഴി. ഇന്ന് സുവിശേഷത്തെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറഞ്ഞ പോലെ പലപ്പോഴും നമ്മൾ ലജ്ജിക്കാറില്ലേ? നിങ്ങളതിനെക്കുറിച്ച് ഒന്ന് സീരിയസ് ആയിട്ട് ചിന്തിക്കണം. സുവിശേഷം പറയുക, കർത്താവിനെ രക്ഷിച്ചു എന്ന് പറയാനായിട്ട് പലപ്പോഴും നമുക്ക് ലജ്ജയില്ലേ? ഞാനൊരു ബാങ്കിലൊരു സീനിയർ ലെവലിൽ റിട്ടയർ ചെയ്തൊരു വ്യക്തിയാണ്. വർക്ക് ചെയ്ത സമയത്തൊക്കെ പലരോടും സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള MD and CEO വരെയും സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. കാരണം അതൊരു ലജ്ജയുടെ ഒരു അടയാളമല്ല, അത് ഒരു മനുഷ്യനെ ഉദ്ധരിക്കുന്നതിൻ്റെ ഉയർത്തുന്നതിൻ്റെ ഒരു അടയാളമാണ്. കാരണം എന്താണ്? എൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ആ ഡ്യുനാമിസ് പവർ, ആ ദൈവത്തിൻ്റെ ശക്തി ഉള്ളിലിരുന്ന് ഇങ്ങനെ പൊട്ടാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് സുവിശേഷത്തെക്കുറിച്ച് ഒരിക്കലും ലജ്ജിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തിനാണ് ലജ്ജിക്കുന്നത്? ഹീനമായിട്ടുള്ള കാര്യങ്ങളെ പറയുമ്പോഴാണല്ലോ നമ്മൾ ലജ്ജിക്കേണ്ടത്. ഹീനമായ കാര്യങ്ങളെ ആലോചിക്കുമ്പോഴാണല്ലോ ലജ്ജിക്കേണ്ടത്. യേശുക്രിസ്തു സ്നേഹത്തിൻ്റെ മാതൃക കാണിച്ച ആളല്ലേ? യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് നമ്മളെ ഉയർത്തിയ ആളല്ലേ? ദൈവത്തിൻ്റെ അരികിലേക്ക് നമ്മളെ കൊണ്ടുപോയ ആളല്ലേ? അപ്പോഴെന്തിനാണ് നമ്മൾ അത് ഏറ്റവും കൂടുതൽ ലജ്ജിക്കുന്നത്? ഒരിക്കലും ലജ്ജിക്കേണ്ട ആവശ്യമില്ല. ഈ കർത്താവിനെ അറിയിക്കുന്നതിൽ ലജ്ജയുടെ യാതൊരു ഒരു കണിക പോലും ആവശ്യമില്ല. കാരണമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അത് ദൈവശക്തിയാണ്. ഇന്ന് അറിയാം, ഞാൻ തമാശയ്ക്കായിട്ടും കഴിഞ്ഞ പ്രാവശ്യം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് സ്വർഗത്തിൽ യുദ്ധം ഉണ്ടായി. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പിശാചിനെ എന്നേക്കുമായിട്ട് തള്ളി സ്വർഗത്തിന് താഴെയിട്ടു. ഞാൻ കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട് തമാശ രൂപേണ പറഞ്ഞ ബൈബിളിൽ അതിനകത്ത് റെഫറൻസ് ഒന്നുമില്ല. എന്നാൽ അതിൻ്റെ അല്ല ഇപ്പം പറയാൻ പോകുന്നത്. ഇത് അന്ത്യകാലമാകുന്നതുകൊണ്ട് ദൈവത്തിന് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാനായിട്ട് മധ്യാകാശത്തിലെ വഴി ഒരുക്കാനായിട്ടിരിക്കുമ്പോഴേ അവിടെയുള്ള പിശാചുക്കളെയും ഡെമൺസിനെയും എല്ലാം അടിച്ച് ഭൂമിയിലോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുക. അവിടെ കുറേ വഴി ഒരുക്കാനായിട്ട്. അത് ബൈബിളിലുള്ള അല്ല, ഞാനിങ്ങനെ തമാശയ്ക്ക് പറഞ്ഞുള്ളതെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ എന്താണ്, ഇന്ന് അന്ത്യകാലത്ത് പൈശാചിക പ്രവർത്തനങ്ങൾ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ്. അപ്പോൾ ഈ പൈശാചിക ശക്തികൾ ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് ദൈവത്തിൻ്റെ ശക്തി ഇല്ലെങ്കിൽ ജീവിക്കാനായിട്ട് പറ്റില്ല. ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിലേ ഇതിനെ എതിർത്ത് നിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ കോംപ്രമൈസ് ആയിപ്പോവും സുഹൃത്തുക്കളെ, കോംപ്രമൈസ് ആയിപ്പോവും.
അവിടെ കൃപ നഷ്ടപ്പെട്ടു പോകും. കൃപ നഷ്ടപ്പെടരുത്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ സുവിശേഷം പറയുമ്പോൾ ലജ്ജിക്കാൻ പാടില്ല എന്ന് പറയും. കഴിഞ്ഞ എപ്പിസോഡുകളിൽ പിശാചുമായിട്ട് ജയിക്കുന്ന കാര്യത്തിൽ സമയത്തും പറഞ്ഞു, തീഷ്ണത, സീൽ എന്ന മേലങ്കി അത് നമ്മൾ ധരിക്കുമ്പോഴേ നമ്മൾ സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഓട്ടം തന്നെ ഉണ്ടാവും. വിശ്വാസത്തിന് വേണ്ടി പരക്കം പായുന്ന ഓട്ടം നമ്മളിലുണ്ടാവും. അതുകൊണ്ട് വിശ്വസിക്കുന്ന ഏവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകും. ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ശക്തി ഹൃദയത്തിലേക്ക് വരുമ്പോഴാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മളെ റീജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക് നമ്മൾ നോക്കും. ആദ്യ യഹൂദൻ അത് തഴഞ്ഞു കളഞ്ഞു. അതുകൊണ്ട് അത് ജാതികളിലേക്ക് പോയി ഒരു താൽക്കാലികമായിട്ട് അത് നിർത്തി വെച്ചിരിക്കുകയാണ് അവിടെ. നമുക്കത് പ്രാപ്യമായി തീർന്നു. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഈ ദൈവത്തിൻ്റെ രക്ഷണ്യമായിട്ടുള്ള ഈ പ്രവർത്തനത്തിന് കീഴ്പ്പെട്ടില്ലെങ്കിൽ ഇന്ന് രാത്രികാലം നിങ്ങൾ കീഴ്പ്പെടുമോ? പൈശാചിക ബോണ്ടേജിൽ നിന്നുള്ള വലിയൊരു ഡെലിവറൻസ് നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വരും. ഇന്ന് ഞാൻ ഒറ്റ വാക്യം മാത്രമേ പറഞ്ഞുള്ളൂ. എൻ്റെ സമയം ഇവിടെ തീർന്നു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അത് രക്ഷയ്ക്കായി എൻ്റെ ദൈവശക്തിയാകുന്നു എന്ന ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. തീർച്ചയായും ഇന്ന് സുവിശേഷം ഇത് പറയുമ്പോൾ ആൾക്കത് സഹിക്കുന്നില്ല. ആളുകൾക്ക് സഹിക്കാത്തതല്ല, പിശാചിനത് സഹിക്കുന്നില്ല. അതുകൊണ്ട് പിശാച് ആളുകളെ ഇളക്കി വിടും. ആദ്യ സമയം യഹൂദന്മാരുടെ ഇടയിൽ അത് ഉണ്ടായിരുന്നല്ലോ. നേരത്തെ പറഞ്ഞ പൗലോസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പൗലോസ് അവിടെ പ്രവർത്തനം ആരംഭിച്ചു. തെസ്സലോനിക്ക സഭയിൽ നിന്ന് നേരെ അവിടുന്ന് ഓടിച്ചു, ബെറിയയിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് അവിടുന്ന് ഓടിച്ചു വിട്ടു. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് ഓടിച്ച് പല പീഡനങ്ങൾ കൂടി കടന്നുപോയി. ഇന്നും സഭ പല പീഡനങ്ങൾക്ക് കടന്നു പോവുകയാണ്. കൺവേർഷൻ എന്ന് പറഞ്ഞിട്ടുമൊക്കെ പല പീഡനങ്ങൾ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം തന്നെ എന്താണ് കാരണം? പൈശാചികമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് രക്ഷയ്ക്കായി ദൈവശക്തിയായിട്ട് ഈ സുവിശേഷം നിങ്ങളിലും എന്നിലും ക്രിയ ചെയ്യുന്നില്ലെങ്കിൽ ഈ സുവിശേഷത്തിന് യാതൊരു വാല്യൂ ഇല്ല. ഈ സുവിശേഷം നിങ്ങളിലും എന്നിലും ദൈവശക്തിയായി രക്ഷയ്ക്കുള്ള മാർഗമായി തീർന്നില്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് പൗലോസ് പറയുന്നത് എനിക്കിന്ന് അഷെയിംഡ് അല്ല എന്ന്. ഞാനും അത് തന്നെ പറയുന്നത് ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. നമുക്കത് പറയാനായിട്ട് പറ്റും. നമുക്ക് പ്രാർത്ഥിക്കാൻ, തുടർന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ദൈവം വലിയ വിടുതലുകൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് തരും. എന്നോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമോ? കർത്താവേ, സ്വർഗീയ പിതാവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഈ ദിവസങ്ങളിലെ ദൈവത്തിൻ്റെ ശക്തി ഞങ്ങൾ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാതെ സുവിശേഷം പറവാനുള്ള കൃപ തരണം. കാരണം കടം ഞങ്ങളുടെ മേലിരിക്കുകയാണ്. നീ ഞങ്ങളെ വീണ്ടെടുത്ത കടം ഞങ്ങളുടെ മേലിരിക്കുകയാണ്. ആ കടം ഞങ്ങൾ മറ്റുള്ളവരോട് അറിയിച്ചില്ലെങ്കിൽ, സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം കർത്താവേ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ദൈവവചനം ഷെയർ ചെയ്യുന്നതിന് ലജ്ജയുണ്ടെങ്കിൽ നീ അത് മാറ്റിക്കളയണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഷെയർ ചെയ്യുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ധാരാളമായിട്ട് വ്യാപരിക്കുകയും കർത്താവേ, പൈശാചികമായിട്ടുള്ള എല്ലാത്തിൽ നിന്നും എല്ലാ നഷ്ടപ്പെട്ടു പോയതിൽ നിന്നും അവർ വിടുവിക്കപ്പെടുകയും ചെയ്യും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. രോഗികളായിരിക്കുന്ന, പ്രയാസപ്പെടുന്ന ചില പ്രിയപ്പെട്ടവരെന്നെ കാണുന്നു. അവരെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്വാസം മുട്ടിലിരിക്കുന്ന ചില ആളുകൾ, അലർജിക്കായിട്ടുള്ള കഫും അതിനോട് ചേർന്ന് ശ്വാസം മുട്ടുമായിട്ടുള്ള ചില ആളുകൾ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വലിയൊരു റിലീസ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രയാസങ്ങളും മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ ശ്വാസം മുട്ടിൻ്റെ എല്ലാ പ്രയാസങ്ങളെ, അതുപോലെ കഫം വരുന്ന കാര്യങ്ങൾ അതെല്ലാം മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു മിറക്കിൾ അവരുടെ ജീവിതത്തിൽ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലിന് നടക്കാൻ വയ്യാതെ വേദനയായിരിക്കുന്ന ചില വ്യക്തികളെ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നു. എന്നോട് ചേർന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? നിങ്ങൾക്ക് വലിയൊരു വിടുതൽ തരും. ആ കാലിൻ്റെ വേദനയും ആ പ്രയാസങ്ങളിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിക്കും. തീർച്ചയായും വിടുതൽ പ്രാപിക്കും. ആമേൻ. ദൈവമേ, ഞങ്ങൾ ചില കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓർമ്മശക്തി കുറവായിരിക്കുന്നു, പഠിക്കുന്നതൊന്നും ഓർക്കുന്നില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് മറന്നു പോകുന്നു എന്ന് പറയുന്നു. പേരൻസ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിങ്ങളെ ഞങ്ങളോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ? ആ ഓർമ്മശക്തിയൊക്കെ നിങ്ങൾക്ക് തിരിച്ചു വരും. ദൈവം പറയുന്നു, ആർക്കെങ്കിലും ബുദ്ധി കുറവാണെങ്കിൽ ധാരാളമായി തരുന്ന ദൈവത്തോട് അപേക്ഷിക്കുവാനായി പറയും. തീർച്ചയായും ദൈവം നമ്മൾക്ക് ബുദ്ധി തരും. പഠിക്കുന്നതെല്ലാം ഓർത്തിരിക്കും. എന്നോട് ചേർന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കും. പിതാവേ,
ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്നവരെല്ലാം നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടെ ഹൃദയങ്ങളിലെ എന്തൊക്കെ വ്യഥകളാണെങ്കിലേ പ്രയാസങ്ങളാണ് അതിനെല്ലാം നീ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെ ഞങ്ങളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ റിലീസ് ഈ ദിവസങ്ങൾ വന്നു ചേരട്ടെ. വീട്ടിലെ നന്മകൾ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണം. രോഗങ്ങളിൽ നിന്നുള്ള വിടുതൽ കൊടുക്കണം. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലെന്ന് പറയുവാനായിട്ടുള്ള കൃപ അവർക്ക് കൊടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. നമ്മൾ ഇന്ന് ഒരു വാക്യമേ എടുത്തുള്ളൂ. ഇനിയും അടുത്ത ദിവസങ്ങളിൽ ബാക്കിയുള്ള തുടർന്ന് ചിന്തിക്കുന്നതാണ്. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പ്രെയർ റിക്വസ്റ്റുകൾ ആ പ്രെയർ ലൈൻ നമ്പറിലേക്ക് അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.